കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹായ് ഓൾ, നമസ്കാരം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങള് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. വെറുതെ കാണുന്നതിലും നല്ലത് ഇതൊരു പരീക്ഷയായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിക്കിൽ നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആണെന്നും എത്രത്തോളം രീതിയിൽ നമുക്ക് ഇനി ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കയ്യിലൊരു ബുക്കും പേനയും ഇരിക്കട്ടെ. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും സ്വന്തമായി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അതിനുശേഷം ഒരു 40 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഈ 40 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ഉത്തരം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സോ ശ്രദ്ധിച്ചിരിക്കുക, കൂടെ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇവിടെ തുടങ്ങുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കായിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി എന്നാണ് ചോദ്യം. സെലക്ഷൻ കമ്മിറ്റി നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. സെലക്ഷൻ കമ്മിറ്റിയില് RTI ആക്ട് ആയതുകൊണ്ട് 3 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ 3 പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണെന്ന് നമ്മൾ ഓർക്കാൻ വേണ്ടി പഠിച്ചില്ലേ? അപ്പോ ആ 3 പേരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയില് അവിടെ ഉള്ള അംഗം ഈ പറയുന്നതിൽ ആരാണ്? ലോക്സഭയുടെ സ്പീക്കർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ ലോക്സഭാ സ്പീക്കർ ഇല്ല. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇതിൽ അംഗമാണോ? അല്ലല്ലോ, അതും അംഗമല്ല. ഇനി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഇതിനകത്ത് ഒരു റോളും ഇല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? ഒന്ന് ആലോചിക്കാം. പ്രൈം മിനിസ്റ്റർ ആണ് സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ അഥവാ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോ ഈ 3 പേരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് ഒരു വിവരാവകാശ കമ്മീഷനിൽ, അതും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ആരെയൊക്കെ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഗവർണർക്ക് ആ തീരുമാനം അറിയിക്കുന്നത് പ്രകാരം ഗവർണർ അവരെ നിയമിക്കുന്നത്. അല്ലേ? ഇനി നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ. ഇനി ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ അത് ആരൊക്കെയാണെന്ന് നമ്മുടെ മനസ്സിൽ ഉള്ളിടത്തോളം നമുക്കത് കൃത്യമായിട്ട് ഉത്തരം ചെയ്യാൻ സാധിക്കും. ഓക്കെ, തെറ്റിപ്പോയവര് ഈ ഒരു ഏരിയ ഒന്നും കൂടി നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഗവർണർ, മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാര്യമാണ് ചോദിച്ചത്. നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാരെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ. എങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോയാലോ? ഗവർണർ, മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നമുക്കറിയാം ഇവിടെ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയില് ആരൊക്കെയുണ്ട്? നമുക്കറിയാം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഇനി മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കൂടി ഇതിനകത്ത് ഉണ്ടാകും. പിന്നെ ഉള്ളത് ഓപ്പോസിറ്റ് ഉള്ള ഒരാള് ആരാണ്? നമ്മുടെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ഈ 3 പേരുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മളടുത്ത് ചോദിച്ചത് സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നാണോ? അല്ലല്ലോ, നിയമനത്തിൽ പങ്കുവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് അവരെ നിയമിക്കുന്നത്. അപ്പൊ നിയമനത്തിൽ പങ്ക് ആർക്കുമുണ്ട്? ഗവർണർക്കുമുണ്ടല്ലോ. സോ ഇവരല്ലാതെ ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരാള് പങ്കുവഹിക്കാത്തത് ആര്
എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്ക് പറയാൻ സാധിക്കും അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, എങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം: വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിവരത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഇവിടെ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ചോദ്യം വ്യക്തമായി ശ്രദ്ധിക്കുക. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ എത്ര ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകണം എന്നാണ് ചോദിച്ചത്. മറുപടി നൽകണം എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. നോട്ടീസ് നൽകുന്നതിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമായിരിക്കും. ഓപ്ഷൻസ് ഇതാണ്: 15, 10, 7, 5. ഓക്കെ, പെട്ടെന്നാവട്ടെ. ആൻസർ കിട്ടിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 5 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകണമെന്നാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സെക്ഷൻ 11 തേർഡ് പാർട്ടിയെ പറ്റി പ്രതിപാദിക്കുന്നത്. തേർഡ് പാർട്ടി അഥവാ മൂന്നാം കക്ഷി എന്ന് നമ്മൾ പറയുന്നു അല്ലെ. ഇനി മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? വിവരത്തിനായിട്ട് അപേക്ഷ നൽകുന്ന പൗരനല്ലാത്ത ഒരു വ്യക്തി, അതിൽ ഒരു പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടും. ഓക്കെ, ഇതാണ് വിവരത്തിനായിട്ട് അപേക്ഷ നൽകുന്ന പൗരൻ. ഇതാണ്. ആരെ പറ്റിയിട്ടുള്ള വിവരമാണ് ചോദിച്ചത്? ഇയാളെ പറ്റിയിട്ടുള്ള വിവരമാണ് ചോദിച്ചത്. കൊടുത്തത് ഒരു സർക്കാർ ഓഫീസിലാണ്. സോ ഈ വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. വിവരത്തിനായിട്ട് അപേക്ഷ നൽകുന്ന പൗരനല്ലാത്ത വ്യക്തി. ഓക്കെ, അതിലൊരു പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടും എന്നതാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഇനി അതിനുശേഷം എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു വ്യക്തി ഈ ഓഫീസിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനുള്ളിൽ അത് എന്ത് ചെയ്തിരിക്കണം? തേർഡ് പാർട്ടിയെ ഒരു നോട്ടീസ് നൽകി അറിയിച്ചിരിക്കണം. അതിനുശേഷം തേർഡ് പാർട്ടിക്ക് ഒരു 10 ദിവസം സമയം കൊടുക്കും. ആ 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു അപേക്ഷയിന്മേൽ തേർഡ് പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ അറിയിച്ചിരിക്കണം. എന്ത് തന്നെ ആയാലും വിവരം കൊടുക്കണോ വിവരം കൊടുത്തില്ലയോ എന്തായാലും അത് അറിയിച്ചിരിക്കണം. ഇൻ കേസ് തേർഡ് പാർട്ടി 10 ദിവസത്തിനുള്ളിൽ അറിയിച്ചില്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് അതിനകത്ത് വിഷമമില്ല എന്നുള്ള രീതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മനസ്സിലാക്കുകയും അത് എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് വിവരം നൽകുകയും ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താണ്? എന്തൊക്കെ തന്നെ ആയാലും ഒരു 40 ദിവസത്തിനുള്ളിൽ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച വിവരത്തിനുള്ള മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ അറിയിച്ചിരിക്കണം. മാക്സിമം ടൈം എന്ന് പറയുന്നത് 40 ദിവസമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം. അവിടെ കൺഫ്യൂഷൻ വരും. 5 ദിവസത്തിനുള്ളിലാണ് നോട്ടീസ് നൽകേണ്ടത്. അതിനെ കുറിച്ച് പറയാൻ സമയം കൊടുത്തിരിക്കുന്നത് 10 ദിവസമാണ്. ടോട്ടൽ ഒരു 40 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നടന്നിരിക്കണം. ഇതാണ് അവിടുത്തെ ആ ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. എങ്കിൽ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വന്നത്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം ഇതാണ്: കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമം ബാധകമാണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശം ബാധകമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശം ബാധകമാണ്. ഇനി വിവരാവകാശ നിയമം ബാധകമല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ശരി ഉത്തരം വരുന്നത്? ഒന്ന് ആലോചിച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഒന്ന് നമ്മളടുത്ത് ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ. ഓക്കെ, കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്ക് എന്ത് ബാധകമല്ല? വിവരാവകാശ നിയമം ബാധകമല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? പറയുന്നെങ്കിൽ പോലും അവിടെ ഒരു കണ്ടീഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ കിട്ടി എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ആൻസറിലോട്ട് പോവുകയാണേ.
ഇവിടെ വിവരാവകാശ നിയമം ബാധകമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെറ്റാണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് വിവരാവകാശ നിയമം ബാധകമല്ല എന്ന് തന്നെയാണ് നിയമത്തിൽ പറയുന്നത്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണ്? അവിടെ അഴിമതി ആരോപണമോ മനുഷ്യാവകാശ ലംഘനമോ സംബന്ധിച്ച വിവരങ്ങൾക്ക് എന്ത് ബാധകമാണ്? വിവരാവകാശം ബാധകമാണ്. മനസ്സിലായോ? നമ്മുടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 ഈ ഒരു കാര്യം പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. സെക്ഷൻ 24 പറയുന്നു, നമ്മുടെ വിവരാവകാശ നിയമത്തിലെ 2ാം പട്ടികയില് സെക്കൻഡ് സ്കെഡ്യൂളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള കുറെ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ വിവരാവകാശ അപേക്ഷയുമായിട്ട് നമുക്ക് ഇവിടെയൊന്നും പോകാൻ പറ്റില്ല എന്നാണ് നിയമം പറയുന്നതെങ്കിൽ പോലും അവിടെ ഒരു അഴിമതി ആരോപണം നടന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിലോ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിലോ എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? അവിടെ അപേക്ഷ അല്ലെങ്കിൽ അവിടെ വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കുന്നതാണ്. വിത്ത് കണ്ടീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പെർമിഷനോട് കൂടി മാത്രമേ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചാൽ പറയാൻ പാടുള്ളൂ. ഓക്കെ, അത് അവിടെ നമ്മൾ സെക്ഷൻ 24 പഠിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുണ്ട്. 2ാം പട്ടികയിലാണ് അതിനെ പറ്റിയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് വിവരാവകാശ നിയമം ബാധകമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 24 അങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ ആയിട്ട് പറയുന്നു, അവിടെ അഴിമതി ആരോപണമോ മനുഷ്യാവകാശ ലംഘനമോ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങള് നൽകാവുന്നതാണ്. ഓക്കെ, പക്ഷേ അവിടെ വീണ്ടും പറയുന്നു, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിവരമാണ് നൽകുന്നതെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ നൽകാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അതങ്ങ് ക്ലിയർ ആയില്ലേ? ശരി, അങ്ങനെയെങ്കിൽ എന്താണ് ആൻസർ വന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമപ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. സെക്ഷൻ 2K പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ, ലോഗ് ബുക്കുകൾ, ഇലക്ട്രോണിക് മെയിലുകൾ, ഫയൽ നോട്ടിങ്ങുകൾ. ഓക്കെ, എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു കാണും കേട്ടോ. അത് കണ്ടു തന്നെ നമ്മൾ പഠിക്കും. അപ്പോ ഇതിനകത്ത് പറയുന്നതിൽ എന്ത് വരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോഗ് ബുക്കുകൾ കേട്ടിരുന്നോ? ഇലക്ട്രോണിക് മെയിലുകൾ കേട്ടിരുന്നോ? അതുപോലെ ഫയൽ നോട്ടിങ്ങുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നോ? അപ്പോ അവിടെ നമ്മള് സെക്ഷൻ 2K പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ എന്നുള്ള ഒരു സംഭവം നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ സെക്ഷൻ 2K എന്തൊന്നും പറയുന്നില്ല, റെക്കോർഡുകളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. കമ്മീഷൻ രൂപീകരിക്കുന്നതിന്റെ കാര്യം, കമ്മീഷനെ പറ്റിയിട്ട് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. സോ അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ എ എന്താണ്? അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പൊ എന്തെങ്കിലും അവരങ്ങ് എടുത്തിട്ട് തന്നൂന്നേ ഉള്ളൂ. ഓക്കെ, അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ശരി, അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്പീഡ് കുറവാണെങ്കിൽ സെറ്റിംഗ്സിനകത്ത് പ്ലേബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക. പെട്ടെന്ന് കേട്ട് പോകാൻ സാധിക്കും കേട്ടോ. നമുക്ക് അത്രയും സ്പീഡിൽ നമുക്ക് പറഞ്ഞ് മൊത്തത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു നോർമൽ സ്പീഡേ പിടിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്പീഡിൽ കേട്ടത് ഓൾറെഡി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുന്ന ടോപ്പിക് ആണെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കേട്ട് പോകണമെങ്കിൽ അങ്ങനെ കേട്ട് പോകാം. ഇനിയിപ്പോ പതുക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പതുക്കെ പഠിച്ചു വരാമെങ്കിൽ അങ്ങനെയും പഠിച്ചു വരാം. ഓക്കെ, പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ തുടങ്ങാം. എന്താണ്? ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം
തൊഴിലിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. സ്ഥാപന മേധാവി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സ്ഥാപനത്തിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, ഇവരിൽ ആരുമല്ല. ഓക്കെ, നിയമം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വായിച്ചു പോയ ഒരാൾക്ക് പോലും ഇതിനുള്ള ഉത്തരം ശരിയായിട്ട് പറയാൻ സാധിക്കും. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മക്കളെ ശ്രദ്ധിക്കുക, ഈ നിയമത്തിൽ പബ്ലിക് അതോറിറ്റി എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. എന്താണ് ഈ പബ്ലിക് അതോറിറ്റി? പൊതു അധികാര സ്ഥാപനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പൊതു അധികാര സ്ഥാപനം. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ സർക്കാർ സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതു അധികാര സ്ഥാപനം എന്ന് പറയുന്നത്. സർക്കാർ സ്ഥാപനങ്ങള്, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങള്, സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങള്, സർക്കാരിന്റെ സഹായമുള്ള സ്ഥാപനങ്ങള്, ഇതെല്ലാം ഈ നിയമപ്രകാരം പബ്ലിക് അതോറിറ്റി എന്ന നിർവചനത്തിൽ വരുന്നതാണ്. ഇനി ആരാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIO എന്ന് പറഞ്ഞാല്? ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ അഡീഷണൽ ചുമതല കൊടുക്കാറുണ്ട് PIO ആയിട്ട്. മനസ്സിലായോ? ഇപ്പോ അവിടെ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് അഡീഷണൽ ചുമതല, ഇവിടെ ഒരു വിവരാവകാശം വരികയാണെങ്കിൽ അതിന് വേണ്ടുന്ന മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ചുമതല എന്നുള്ള രീതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിട്ട് നിയമിക്കാറുണ്ട്. ഓക്കെ, അപ്പോ പൊതു അധികാര സ്ഥാപനത്തിലുള്ള ആ വിവരം നൽകാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ വ്യക്തിയെ, ആ ഉദ്യോഗസ്ഥനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പാകെയാണ് നമ്മള് അപേക്ഷ സമർപ്പിക്കുന്നത്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പാകെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പാകെയും നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒരുപാട് പേര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെയല്ല. ഇത് എന്താണ്? റീജിയണൽ ബേസ്ഡ് ആണ്. അതായത് സബ് ഡിവിഷൻ തലത്തിലോ സബ് റീജിയണൽ തലത്തിലോ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ചുമതല കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മള് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നത് സിറ്റി സൈഡിലുള്ള ഒരു സ്ഥാപനത്തിലാണെങ്കിൽ, ഓക്കെ, വിവരാവകാശ അപേക്ഷയ്ക്ക് നമുക്ക് അവിടം വരെ പോകണ്ട. നമ്മുടെ സബ് ഡിവിഷൻ തലത്തില് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാകും. ആ വ്യക്തിയുടെ അടുത്ത് നമ്മൾ അപേക്ഷ കൊടുത്താൽ മതി. ആ വ്യക്തി 5 ദിവസത്തിന്റെ എക്സ്ട്രാ ടൈം അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ പുള്ളി എന്ത് ചെയ്യും? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്ത് ആ ഒരു അപേക്ഷ എത്തിക്കും. അതാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഈ ഓഫീസർ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഉണ്ടാവുകയില്ല. മനസ്സിലായോ? എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നിയമിച്ചിരിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ്. സബ് ഡിവിഷൻ തലത്തിലാണ് ആരെ നിയമിച്ചിട്ടുള്ളത്? ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള പദവിയിൽ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടാകും. സബ് ഡിവിഷൻ തലങ്ങളിലാണ്. ഓക്കെ, അപ്പൊ ആ വ്യക്തിയാണ്. അപ്പൊ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന 2 പേരുടെ മുന്നിലാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിലും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിലും. ഈ ഓപ്ഷൻസിൽ PIO മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബിയിലേക്ക് പോയി. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ശരി, അങ്ങനെയെങ്കിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻസ് നോക്കൂ. സുഷമ സിംഗ്, ദീപക് സന്ധു, പൂർണിമ അദ്വാനി, സുഷമ സ്വരാജ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും. ഓക്കെ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ദീപക് സന്ധു ആണല്ലേ. ഓക്കെ ആണോ? അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിൽ ഉത്തരം ആദ്യമായിട്ട് വരുന്നത്, മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ചോദിച്ചാൽ ദീപക് സന്ധു ആണ്. ഇനി വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ അവിടെ മുഖ്യ എന്നുള്ള വാക്കില്ല, ചീഫ് എന്നുള്ള വാക്കില്ല, വെറുതെ മുഖ്യ വിവരാവകാശ കമ്മീഷണറിന് പകരം വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ അന്നപൂർണ ദീക്ഷിത് ആണ്. അന്നപൂർണ ദീക്ഷിത് ആണ്. ഓക്കെ, അത് എന്താണ്? ചീഫ് അല്ല, അല്ലാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണറായ, വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് 2008. ദീപക് സന്ധു 2014 ദീപക് സന്ധു ചീഫായിട്ട് വരുന്നത്, ചീഫായിട്ട്. ഓക്കെ, ഇനി അതിനുശേഷം സുഷമ സിംഗ് ആണ് അല്ലെ രണ്ടാമത്തെ ആ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിത ആരെന്ന് ചോദിച്ചാൽ
അത് സുഷമ സിംഗ് ആണ്, സുഷമ സ്വരാജ് അല്ല. ഓക്കെ, അപ്പൊ മാറിപ്പോകരുത്. ഈ 3 പേര് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായ ഉത്തരം എന്ന് നമുക്ക് കിട്ടി. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് ഏത് അധികാരമാണ് ഉള്ളത്? ഓപ്ഷൻസ് നോക്കാം. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിന്മേൽ വാക്കാലോ ഉള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക, രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യപ്പെടുക, ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക, മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിവരാവകാശ കമ്മീഷന് അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. സിവിൽ കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ് വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കാം, സത്യപ്രതിജ്ഞയിൽ എന്ത് ചെയ്യാം, രേഖകൾ, അത് രേഖാമൂലമായിട്ടുള്ള തെളിവുകൾ സ്വീകരിക്കാം, അതുപോലെ തന്നെ രേഖകൾ കണ്ടെത്താം, പരിശോധിക്കാം, അതുപോലെ തന്നെ കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ വിവരാവകാശ കമ്മീഷന്റെ സിവിൽ കോടതിയുടെ അധികാരം ഉപയോഗിക്കുന്ന സമയത്ത്, അത് ഉപയോഗിക്കുന്നത് അന്വേഷണ സമയത്തായിരിക്കും. എന്തെങ്കിലും പരാതി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സമയത്തായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം കമ്മീഷന്റെ അധികാരങ്ങളായിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? പരമാവധി ശിക്ഷയാണ് ചോദ്യം. 15,000, 25,000, 50,000, 1,00,000. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? ഓക്കെ, ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ ബി 25,000 രൂപയാണ്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, കറക്റ്റ് സമയത്തിനുള്ളിൽ മറുപടി കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം കൊടുക്കാതിരുന്നാലോ ഒരു ദിവസം 250 രൂപ വെച്ച് 250 rupees പെർ ഡേ. ഓക്കെ, ആ വിവരങ്ങൾ ഇനി കൊടുക്കുന്നത് വരെ പെർ ഡേ 250 രൂപ വെച്ച്, മാക്സിമം പോയാല് 25,000 രൂപ വരെ പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ആർക്ക് പിഴ ചുമത്താൻ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആ ഒരു എമൗണ്ട് കൂടി പഠിച്ചു വെച്ചിരിക്കുക. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? വിവരാവകാശ നിയമപ്രകാരമാണ്. ഓക്കെ, സംസ്ഥാനത്തെ കാര്യമാണ്. സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിലെ ഗവർണർ, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രസിഡന്റ്. ആരാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പഠിച്ചതാണ്. സംസ്ഥാനത്തിലെ ഗവർണറാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഓപ്ഷൻസ് നോക്കാം. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയൽസിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാമത്തെ വകുപ്പിൽ പറയുന്ന അവകാശം, അതായത് വിവരാവകാശം എന്നാൽ എന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഓപ്ഷൻസ് ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധനയാണ്, രേഖകളുടെ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയൽസിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, മുകളിൽ പറഞ്ഞവ എല്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇതെല്ലാം ആ അവകാശത്തിൽ വരുന്നതാണ്. ആൻസർ ഡി ആണെന്ന് നമ്മൾ പറയും അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. KR നാരായണൻ, APJ അബ്ദുൽ കലാം,
പ്രണബ് മുഖർജി ഇവരാരുമല്ല. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? നിങ്ങൾക്കറിയാം, APJ അബ്ദുൽ കലാം ആണ്. നിങ്ങൾ ഓർത്തു നോക്കിയാൽ മതി, 2005 വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റും നിങ്ങൾക്ക്. എന്താണ്? വൈസ് പ്രസിഡന്റ് ആണ്. നമുക്കറിയാം, സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് 3 പേര്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. മനസ്സിലായോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കിക്കേ. CISF, ആസാം റൈഫിൾസ്, CRPF, വിജിലൻസ്. ശ്രദ്ധിക്കാം, നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ്. പക്ഷെ അവിടെ നിന്ന് പോലും 2024 പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആൻസർ വരുന്നത്? നിങ്ങൾക്ക് കിട്ടിയോ? ഇത് CISF ആണ്, ഇത് ആസാം റൈഫിൾസ് ആണ്, ഇത് CRPF ആണ്, ഇത് വിജിലൻസ് ആണ്. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഓപ്ഷൻ ഡി ആണോ? വിജിലൻസ് ആണോ ഉത്തരമായിട്ട് കിട്ടിയത്? ആൻസർ വിജിലൻസ് ആണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 2ാമത്തെ പട്ടിക ഒന്ന് നോക്കാം. ആക്ച്വലി എന്താണ് ഈ 2ാമത്തെ പട്ടിക? സെക്ഷൻ 24 പറയുന്ന കാര്യമാണ്. സെക്ഷൻ 24 എന്തു പറഞ്ഞു? കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾക്ക് വിവരാവകാശ നിയമം ബാധകമല്ല. അപ്പൊ അത് ഏതൊക്കെയാണ്? ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ലിസ്റ്റുകളിലുള്ള പേരുകൾ നമ്മൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അവിടെ നിന്നും ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ്? ഇന്റലിജൻസ് ബ്യൂറോ, IB നമ്മൾ പറയത്തില്ലേ, ഇന്റലിജൻസ് ബ്യൂറോ. അതുപോലെ തന്നെയാണ് എന്താണ്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ടെക്നിക്കൽ വിങ്, നെയിംലി ദ ഏവിയേഷൻ റിസർച്ച് സെന്റർ ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന് ഇത് ബാധകമല്ല. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, വിജിലൻസ് അല്ല, അത് റവന്യൂ ഇന്റലിജൻസ് ആണ്. ഇനി സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, CEIB. ഓക്കെ, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ED, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ ഫോഴ്സ് ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടറി, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPF, then Indo-Tibetan Border Police, Central Industrial Security Force, CISF. Okay, CISF. Then National Security Guard, Assam Rifles, Shastra Seema Bell, Director General of Income Tax. Okay, then National Technical Research Organization, Financial Intelligence Unit, Special Protection Group, Defense Research and Development Organization, Border Road Development Board. Okay, അതുപോലെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് NIG, സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ്. ഇവരൊക്കെയാണ് കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകള്. ഇവർക്ക് ഈ വിവരാവകാശ നിയമം ബാധകമല്ല. ബട്ട് അവിടെ എന്തെങ്കിലും അഴിമതി ആരോപണമോ മനുഷ്യാവകാശ ലംഘനമോ വരികയാണെങ്കിൽ അത് അവർക്ക് ബാധകമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? അപ്പോ ആ പേരുകള് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ കാണാതെ പഠിക്കണ്ട, നിങ്ങൾ ഒരു 3-4 തവണ വായിച്ചു പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. പിന്നീട് ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 2 മാസം, 14 ദിവസം,
30 ദിവസം 6 ദിവസം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടി കാണും. സാധാരണ സമയം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മറുപടി 30 ദിവസത്തിനുള്ളിലാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ഈ PIOക്ക് കൊടുക്കുന്ന ദിവസത്തിനേക്കാളും ഒരു 5 days എക്സ്ട്രാ, ദാറ്റ് ഈസ് 35 ദിവസമാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട സമയപരിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. വിവരം പരസ്യപ്പെടുത്തരുതെന്ന കോടതി വിധിയുള്ളവ, ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, പൊതുസ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവും ചുമതലകളും സംബന്ധിച്ച വിവരങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങൾ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അതായത് വിവരം ചോദിച്ചാലും കിട്ടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടാകും. എന്താണ്? ഓപ്ഷൻ എ ആണ്. വിവരം പരസ്യപ്പെടുത്തരുതെന്ന് കോടതി വിധിയുള്ളവ അല്ലെ. വിവരം പരസ്യപ്പെടുത്തരുതെന്ന് കോടതി വിധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവരാവകാശ നിയമത്തിലൂടെ കൊടുക്കാൻ പാടില്ല. അല്ലാതെ സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പൊതുസ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവും ചുമതലകളും സംബന്ധിച്ച വിവരങ്ങൾ കൊടുക്കുന്നതിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. സ്വമേധയാ പബ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങൾ എന്ത് ചെയ്യാം? അതൊന്നും കൊടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഓക്കെ, അപ്പൊ അതെല്ലാം വിവരാവകാശം പ്രകാരം കൊടുക്കാവുന്നതാണ്. എന്നാൽ കോടതി വിധിയുള്ളവ അല്ലെങ്കിൽ കോടതി റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളവ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനമാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. അവൻ അല്ലെങ്കിൽ അവൾ അന്വേഷിക്കുന്ന വിവരങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പൊതു ഓഫീസിൽ നിന്നും വിവരങ്ങൾ തേടുന്ന ഒരു പൗരനാണ്. വിവരത്തിനായിട്ട് അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരിയും ഉൾപ്പെടുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വിവരങ്ങൾ, രഹസ്യ വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. നമ്മൾ നേരത്തെ തന്നെ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം പഠിച്ച സമയത്ത് ഈ ഡെഫിനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് നമ്മുടെ നിയമത്തിൽ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? വിവരത്തിനായിട്ട് അപേക്ഷ നൽകുന്ന പൗരനല്ലാത്ത ഒരു വ്യക്തി, അതിലൊരു പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടും. അതിനെ കുറച്ചും കൂടെ മാറ്റിയും തിരിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഓപ്ഷൻ ബിയിലെ സെന്റൻസ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ആ തേർഡ് പാർട്ടിയുടെ ഡെഫിനിഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ലോഗ് ബുക്കുകൾ, സർക്കുലറുകൾ, പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക, ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ മെറ്റീരിയൽസ്. ഓക്കെ, എടാ ഇവിടെ കൃത്യമായി നമ്മൾ നിയമത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ നിയമത്തിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു, നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് ഇത് ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് നിയമത്തിൽ നിന്നൊരു ചോദ്യം, അതും വ്യക്തമായി ആ നിയമത്തിനെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. 2005 വിവരാവകാശ നിയമത്തിൽ വിവരങ്ങൾ എന്നതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് പറയാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ലോഗ് ബുക്കുകള്, സർക്കുലറുകള്, പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ആ ഫയൽ ചെയ്ത ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ മെറ്റീരിയൽസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ ഒരു കാര്യം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് ഇൻഫർമേഷൻ. സെക്ഷൻ 2F ഇൻഫർമേഷനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായി നിയമത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കിക്കേ. ഇൻഫർമേഷൻ മീൻസ് മെറ്റീരിയൽ ഇൻ എനി ഫോം, ഏത് രീതിയിലുള്ള മെറ്റീരിയലും ആകാം, ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഒപ്പീനിയനുകൾ, അഡ്വൈസുകൾ, പ്രസ് റിലീസുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, കോൺട്രാക്റ്റുകൾ, റിപ്പോർട്ടുകൾ, പേപ്പറുകൾ, സാമ്പിളുകൾ, മോഡലുകൾ, ഡേറ്റ മെറ്റീരിയൽ ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഫോം,
and information relating to any private body which can be accessed by a public authority under any law. ഈ സമയത്തുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ വിവരങ്ങൾ ഏതെങ്കിലും ഒരു പൊതു സ്ഥാപനത്തിന്റെ കൈവശം ഉണ്ടെങ്കിൽ ആ വിവരവും നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷയിലൂടെ ചോദിച്ചറിയാവുന്നതാണ്. ഇതല്ലാതെ പുറത്തുനിന്ന് എന്ത് സെന്റൻസ് വന്നാലും നിങ്ങൾ അതല്ല ഉത്തരം എന്ന് പറഞ്ഞോണം. നിയമത്തിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏത് തരത്തിലുള്ള വിവരവുമാകാം. അതായത് ബുക്ക് ഫോർമാറ്റിലുള്ളത്, അതിനകത്ത് വരുന്നതാണ് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ, മെമ്മോസ്, ഇമെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ. സാമ്പിളുകൾ അല്ലാതെ വരുന്നുണ്ട്. ഡേറ്റ മെറ്റീരിയൽസ് ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ളത് വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്, ഒരു പൊതു അധികാര സ്ഥാപനത്തിന്റെ കൈവശമുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, അത് ഏതെങ്കിലും ഒരു നിയമപ്രകാരം അവർക്ക് ലഭിച്ച വിവരങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എക്സാമ്പിൾ പറയുന്നതാണ്, ഇപ്പൊ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് സാമ്പിളുകളൊക്കെ പിടിച്ചു, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു, ഭക്ഷ്യവിഷബാധയിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഏതെങ്കിലും സ്ഥാപനത്തിന്റെ, നമ്മുടെ സർക്കാർ സ്ഥാപനത്തിന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിയാം. അല്ലാതെ നമുക്ക് വിവരാവകാശ അപേക്ഷയുമായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കയറി ചെല്ലാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ ഇൻഫർമേഷൻ എന്ന് ഇനി നിങ്ങൾ കണ്ടാൽ, വിവരം എന്നതിന്റെ നിർവചനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഇനി നിങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും എന്ന് ഞാൻ കരുതട്ടെ. ശരി, എങ്കിൽ 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം: വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഈ ഒരു പ്രസ്താവന ശരിയാണെന്ന് ഓപ്ഷൻ എയിൽ പറയുന്നു. പ്രസ്താവന ശരിയാണെങ്കിലും അപ്പലേറ്റ് അതോറിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. ഓപ്ഷൻ സിയില് പ്രസ്താവന ശരിയാണ്, പരമാവധി CICയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. അതുപോലെ ഇവയൊന്നും ഇല്ല എന്നും പറയുന്നു. എന്തായിരിക്കും ഉത്തരം വരുന്നത്? 8(1) എന്ന് പറയുന്നത് നമുക്കറിയാം, സെക്ഷൻ 8 എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ആണ്, അല്ലെ? വിവരം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. അപ്പൊ സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. അവിടെ കണ്ടീഷൻ എന്താണ്? അത് കൃത്യമായിട്ട് ശരിയാണോ അതോ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പ്രസ്താവന ശരിയാണ് എന്നതാണോ? പ്രസ്താവന ശരിയാണെങ്കിലും അപ്പലേറ്റ് അതോറിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ അത് സാധിക്കൂ എന്നാണോ? അതോ പ്രസ്താവന ശരിയാണ്, CICയുടെ അംഗീകാരത്തിന് മാത്രമേ പറ്റൂ, അതോ ഇവയൊന്നുമില്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രസ്താവന ശരിയാണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, വിവരങ്ങൾ വെളിപ്പെടുത്താം. ഓക്കെ, ബാക്കി 2 ഓപ്ഷനും നമ്മള് പറയാത്തതിന്റെ കാര്യം, ബിയും സിയും പറയാത്തതിന്റെ കാര്യം ഇവിടെ പറയുന്ന എന്താണ്? ഒരു പബ്ലിക് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളും വെളിപ്പെടുത്താം. ഇഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് അവിടെ വെളിപ്പെടുത്താതെ വെച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ അവിടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പൊതു താല്പര്യം അവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് ഈ വിവരം അറിയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ വിവരം വെളിപ്പെടുത്താം. ഇൻ കേസ് അത് മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത വിവരമാണെങ്കിൽ പോലും പബ്ലിക് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ, പൊതു താല്പര്യം ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താവുന്നതാണ് എന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ വിവരങ്ങളും അങ്ങനെ ഡയറക്ട്ലി വെളിപ്പെടുത്താൻ പറ്റുകയില്ല. പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 1-2 പേരല്ല, 5-6 പേരല്ല, പൊതുവെ ജനങ്ങള് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ശരിയായ പ്രസ്താവന എന്ന് നമ്മൾ ഓപ്ഷൻ എ ചൂസ് ചെയ്തത്. ഇവിടെ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അപ്പലേറ്റ് അതോറിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും അവിടെ പറയുന്നില്ലല്ലോ. CICയുടെ കാര്യവും പറയുന്നില്ല. ഇവയൊന്നും അല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ എ നമ്മൾ ചൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങള്. ഓപ്ഷൻ ബി, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും
ഭൗതിക സ്വത്തുകൾ ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തൽ. ആൻഡ് ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവ എല്ലാം. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് എന്നാണ് ചോദ്യം. വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ നമുക്ക് ഫയലുകൾ, രജിസ്റ്ററുകളൊക്കെ പരിശോധിക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ദെൻ ഓപ്ഷൻ സി, വാണിജ്യ രഹസ്യങ്ങളും വ്യാപാര രഹസ്യങ്ങളും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടത് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. സോ എന്താണോ ആൻസർ വരുന്നത്? അത് ആൻസർ ബി ആണ് വരുന്നത്. അതായത് നമുക്ക് ഫയലുകളും രജിസ്റ്ററുകളും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കാം. അത് ഈ നിയമപ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്? ഓപ്ഷൻസ്: സർക്കുലറുകൾ, കോൺട്രാക്റ്റുകൾ, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ലോഗ് ബുക്കുകൾ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. ഒഴിവാക്കിയിരിക്കുന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കുലറുകൾ, കോൺട്രാക്റ്റുകൾ, ലോഗ് ബുക്കുകൾ എല്ലാം വിവരത്തിന്റെ പരിധിയിൽ വരുന്നവയാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ, ജസ്റ്റിസ് സിറിയക് ജോസഫ്, എ ഷാജഹാൻ IAS, ഡോക്ടർ MR ആനന്ദ്. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ ബി ഹരി നായർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 50 രൂപ, 20 രൂപ, 10 രൂപ, 5 രൂപ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. നമുക്കറിയാം 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്: വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രസിഡന്റ്, ഇവരാരുമല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. കമ്മീഷണറെ നിയമിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഓക്കെ, നിയമിക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പം ശുപാർശ കമ്മിറ്റിയിൽ നമുക്കറിയാം പ്രധാനമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിയുണ്ട്, പിന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ട്. ഓക്കെ, അവരെ സെലക്ട് ചെയ്തിട്ട് പ്രസിഡന്റ് ആണ് അവരെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ലഭിക്കാവുന്ന വിവരങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, കോപ്പിറൈറ്റ് മൂലം സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ലഭിക്കാവുന്ന വിവരങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, സ്വാഭാവികം. എന്നാലും നിങ്ങൾ അത് ഉത്തരത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. ഒരു ഉത്തരം ചൂസ് ചെയ്യുക. മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണോ? കോപ്പിറൈറ്റ് മൂലം സംരക്ഷിക്കപ്പെട്ടവ എന്തായാലും കൊടുക്കത്തില്ല എന്ന് നമുക്ക് അറിയാം അല്ലെ? സെക്ഷൻ 9 പ്രകാരം അങ്ങനെ മറ്റൊരാളുടെ ആ ഒരു അവകാശത്തിനകത്ത് വരുന്നത് എന്തായാലും വിവരാവകാശത്തിലൂടെ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയാനും പറ്റത്തില്ല. സോ നമുക്ക് കറക്കിക്കുത്തി മന്ത്രിസഭയുടെ തീരുമാനങ്ങളിലേക്ക് പോകാം. ബട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മന്ത്രിസഭയുടെ ചർച്ചകളുടെ കാര്യങ്ങള് വെളിപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ക്യാബിനറ്റ് പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ റെക്കോർഡ്സ് ഓഫ് ഡെലിബറേഷൻ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സെക്രട്ടറീസ് ആൻഡ് അതർ ഓഫീസേഴ്സ്. ഓക്കെ, അതൊന്നും പുറത്തു വിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ഡിസിഷൻസ് ഓഫ് ദ മന്ത്രിസഭ, ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തീരുമാനങ്ങൾ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമല്ലോ. ആ തീരുമാനമെടുത്തതിന് ശേഷം ആ ഡിസിഷൻ എന്താണെന്നുള്ളത് പുറത്തു വിടണം എന്നുള്ള കാര്യം നമ്മുടെ നിയമത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എന്നാണ് പറയുന്നത്. അല്ലാതെ മന്ത്രിസഭയുടെ ചർച്ചകളുടെ രേഖകൾ എന്നല്ല പറയുന്നത്. മന്ത്രിസഭ ചർച്ചകൾ നടത്തി അതിന്റെ പേപ്പേഴ്സ്, ക്യാബിനറ്റ് പേപ്പേഴ്സ് അല്ല കൊടുക്കേണ്ടത്. അവര് ഡിസിഷൻ എടുത്തതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് അറിയിക്കുന്നതെങ്കിൽ അത് പുറത്തു വിടാവുന്നതാണ്. അത് വിവരത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ്
അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് എന്നാണ് ചോദ്യം. കണ്ടോ, സെക്ഷനുകൾ വരെ ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകൾ പഠിച്ചിട്ട് തന്നെ പോവുക. വകുപ്പ് 2, വകുപ്പ് 4, വകുപ്പ് 5 രണ്ടാമത്തെ ക്ലോസ് ആൻഡ് വകുപ്പ് 7. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. അതായത് നമ്മുടെ 5ാമത്തെ സെക്ഷനിലെ 2ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്, ഓരോ സബ് ഡിവിഷൻ ലെവലിലോ അല്ലെങ്കിൽ ഓരോ സബ് ഡിസ്ട്രിക്ട് ലെവലിലോ ഒരു സെൻട്രൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും ഒരു സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും നിയമിക്കേണ്ടതാണ് എന്ന്. അപ്പൊ സെക്ഷൻ 5(2) അതിനെ പറ്റി പ്രതിപാദിക്കുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. അപേക്ഷകൻ മുതിർന്ന പൗരനാണെങ്കിൽ, വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ, കോടതി നടപടികൾക്ക് വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ, വിവരങ്ങൾ സർക്കാർ കരാറുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. ശ്രദ്ധിക്കാം, 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിവരങ്ങൾ എന്താണ്? ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ വിത്തിൻ 48 hours എന്ത് ചെയ്തിരിക്കണം? അതിനുള്ള മറുപടി കൊടുത്തിരിക്കണം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത്? സെക്ഷൻ 12ഉം 15ഉം, സെക്ഷൻ 20, 21, സെക്ഷൻ 18ഉം 19ഉം, സെക്ഷൻ 14ഉം 16. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിച്ചു പോയ കാര്യങ്ങളാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ അത് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും, നമ്മൾ ചുമ്മാ പഠിച്ചു പോയ നിയമമല്ല ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ PSC പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷയ്ക്കും ചിലപ്പോൾ ഇതിനേക്കാളും ഡീപ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ എന്താ വരുന്നത്? സെക്ഷൻ 12ഉം 15ഉം. ഓക്കെ, കേന്ദ്രത്തിന്റെ കേസും പറയണം, സംസ്ഥാനത്തിന്റെ കേസും പറയണം. അപ്പൊ ആ സെക്ഷനുകൾ, കമ്മീഷനുമായി ബന്ധപ്പെട്ട ആ സെക്ഷനുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം 12ലാണ്, അവരുടെ കാലാവധി 13ലാണ്, അവരെ നീക്കം ചെയ്യുന്നത് 14ലാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിന്റെ സെക്ഷൻ 15ആണ്, അവരുടെ കാലാവധി 16ആണ്, അവരെ നീക്കം ചെയ്യുന്നത് 17ആണ്. ഈ സെക്ഷനുകൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോണേ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 2005 വിവരാവകാശ നിയമത്തിന്റെ 11ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് 3ാം കക്ഷിയെ എപ്പോഴാണ് അറിയിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അഭ്യർത്ഥന ലഭിച്ച ഉടൻ, അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ, അഭ്യർത്ഥന ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ, അപേക്ഷ സ്വീകരിച്ച് 10 ദിവസത്തിനുള്ളിൽ. ചോദ്യം ഒന്നും കൂടെ കേട്ടോളൂ. 11ാം വകുപ്പില് തേർഡ് പാർട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് 3ാം കക്ഷിയെ എപ്പോഴാണ് അറിയിക്കേണ്ടതെന്നാണ് ചോദ്യം. 3ാം കക്ഷി അറിയിക്കുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അല്ലെ, അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ. നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചതല്ലേ സെക്ഷൻ 11. തേർഡ് പാർട്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 5 ദിവസത്തിനുള്ളിൽ തേർഡ് പാർട്ടിയെ അറിയിക്കണം. തേർഡ് പാർട്ടി 10 ദിവസത്തിനുള്ളിൽ തിരിച്ചു മറുപടി നൽകണം. മൊത്തത്തിൽ 40 ദിവസത്തിനുള്ളിൽ അതിനുള്ള റിപ്ലൈ കൊടുത്തിരിക്കണം അല്ലെ. അതെല്ലാം ഓർത്തു വെച്ചോണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 വർഷം പഴക്കമുള്ള വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ പരിമിതപ്പെടുത്താൻ സെക്ഷൻ 8 ഉപവകുപ്പ് ഏതെല്ലാം ക്ലോസുകൾക്ക് കഴിയും? എടാ, ഇതൊന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് അറിയാം. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാനുള്ള കാരണം, ഇവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പരിമിതപ്പെടുത്തൽ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, പരിമിതപ്പെടുത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ആ ക്ലോസിലുള്ളത് വെളിപ്പെടുത്താൻ പാടില്ല. ബാക്കിയുള്ളതൊക്കെ ഒരു 20 വർഷത്തിന് പഴക്കമുള്ളതാണെങ്കിൽ വെളിപ്പെടുത്തിക്കോളൂ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ആക്ച്വലി ഇത് പരിമിതപ്പെടുത്താൻ എന്നുള്ള ഒരു വാക്ക് അവിടെ വന്നത് കൊണ്ടാണ്, ലിമിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനം വന്നത് കൊണ്ടാണ്
ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയത്. അല്ലാത്ത പക്ഷം നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്, അത് കൊടുക്കാൻ പാടില്ല എന്നതായിരുന്നുവെങ്കിൽ അവിടെ ചില ആൻസേഴ്സ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദ ക്ലോസസ് എ സി ഐ. ഓക്കെ, എയും സിയും ഐയുമാണ്. ഈ നിയമത്തില് 8ാമത്തെ സെക്ഷനില് കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതില് 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങള് ഒരു 20 വർഷം മുമ്പ്, അതായത് ഞാൻ ഇന്ന് അപേക്ഷ കൊടുക്കുന്നെങ്കിൽ ഇതിന് ഒരു 20 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ അത് പുറത്തു കൊടുക്കുന്നതിന് വിഷയമില്ല. പക്ഷേ ACIയിലുള്ളത് എന്തായാലും 20 വർഷം മുമ്പുള്ളതാണെങ്കിൽ പോലും പുറത്തുവിടാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. അതായത് 20 വർഷം പഴക്കമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന് അവിടെ പറയുമ്പോഴും ദേശീയ സുരക്ഷ, അതാണ് എയിൽ പറയുന്നത്, കോടതിയുടെ വിലക്ക് സിയില്, മന്ത്രിസഭയുടെ രേഖകൾ അത് ഐയില്, ഇതുമായി ബന്ധപ്പെട്ട ഒഴിവാക്കലുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കലുകളായി തന്നെ കണക്കാക്കുക. അത് എന്ത് ചെയ്യാൻ പാടില്ല, വിവരാവകാശം വഴി കൊടുക്കാനായിട്ട് പാടില്ല. പ്രകാരമുള്ള വിവരങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം കൊടുക്കാം. പക്ഷെ 20 വർഷം മുമ്പുള്ളതാണെങ്കിൽ പോലും ACIക്കകത്തുള്ളത് കൊടുക്കാൻ പാടില്ല. ദേശീയ സുരക്ഷയെ ബാധിച്ച വിവരങ്ങളോ കോടതി വിലക്കിയിട്ടുള്ള കാര്യങ്ങളോ അത് 20 വർഷം മുമ്പ് വിലക്കിയതാണെങ്കിൽ പോലും അത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മന്ത്രിസഭയുടെ രേഖകളും എന്ത് ചെയ്യാൻ പാടില്ല, അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ശ്രദ്ധിച്ച് കേൾക്കുക. സെക്ഷൻ 8 എന്ന് പറയുന്നത് എക്സെംഷൻസ് ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ആണ്. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കുറെ വിഷയങ്ങൾ ABCD എന്നും പറഞ്ഞു പോവുകയാണ്. അതിനകത്ത് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങള് ഒരു 20 വർഷം മുമ്പുള്ള കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ അത് വിട്ടുകൊടുത്തോളൂ, പറഞ്ഞു കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ACIക്കകത്ത് കിടക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. എയില് ദേശീയ സുരക്ഷയാണ്, സിയില് കോടതിയുടെ വിലക്കാണ്, ഐയിൽ എന്താണ്, മന്ത്രിസഭയുടെ ചർച്ചകളുടെ രേഖകളാണ്. ഇതെന്തായാലും അത് 20 വർഷം മുമ്പുള്ളതാണെങ്കിലും 25 വർഷം മുമ്പുള്ളതാണെങ്കിലും കൊടുക്കാൻ പാടില്ല. ബാക്കി ഒരു 20 വർഷം മുമ്പുള്ള വിവരങ്ങൾ കൊടുത്തോളൂ, ഇപ്പൊ കൊടുക്കരുത്. 20 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. 20 വർഷത്തിന് മുമ്പുള്ള വിവരമാണ് അവർ ആവശ്യപ്പെട്ടതെങ്കിൽ കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു കാര്യം അവിടെ ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി, മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ, ഗവർണറുടെ ശുപാർശയിൽ സംസ്ഥാന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. എന്തായിരിക്കും? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. അവരുടെ ശുപാർശയിൽ ഗവർണറാണ് അവരെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവയാണ് ചോദ്യം. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, ദെൻ 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഓക്കെ, ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, അത് നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒക്ടോബർ 12 വന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലല്ലേ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണെന്നാണ് ചോദ്യം. 24 മണിക്കൂർ, 48 മണിക്കൂർ, 3 ദിവസം, 5 ദിവസം. ഓക്കെ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതേപടി പറയണം. എത്രയാണ്? 48 മണിക്കൂർ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് കമ്മീഷന്റെ അധിപൻ എന്നാണ് ചോദ്യം. ഓക്കെ, ബോർ അടിക്കുന്നുണ്ടോ? കുറെ ചോദ്യങ്ങൾ കുറെ നേരമായിട്ട് ഒരേ ടോപ്പിക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ബോർ അടിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. റിപ്പീറ്റ് ചെയ്ത കുറെ ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റ് ചെയ്യാത്ത ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ.
അപ്പോ ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ആ 1 മാർക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ? സോ നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ദാ നോക്കിക്കേ, എന്താ ചോദ്യം ചോദിച്ചത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് തെറ്റാണെന്ന് നമുക്കറിയാം. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഓപ്ഷൻ എന്താണ്? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി എത്രയാണ്? സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന വിവരമാണെങ്കിൽ 5 ദിവസം, 24 മണിക്കൂർ, 48 മണിക്കൂർ, 30 ദിവസം. ജീവനോ സ്വാതന്ത്ര്യമോ എന്നാണ് നമ്മൾ പഠിക്കാറ് അല്ലെ. അത് 48 മണിക്കൂറിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. അടുത്ത ചോദ്യം നോക്കിക്കേ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, ബി, സി, ഡി. എന്താണ് കിട്ടിയോ? ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ വിരമിക്കൽ പ്രായം 70 വയസ്സ് മനുഷ്യാവകാശ കമ്മീഷൻ ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു. ഇവിടുത്തെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ് അല്ലെ. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് വന്നത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 1976, 2000, 2002, 1995 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളുടെ 2005 വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി 2002 വന്ന വിവര സ്വാതന്ത്ര്യ നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് 3ആം കക്ഷിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? 3ആം കക്ഷിയുടെ വെളിപ്പെടുത്തലാണ് സെക്ഷൻ 7, 10, 11, 12. 3ആം കക്ഷിയാണെങ്കിൽ അവിടെ ഒന്നും ആലോചിക്കേണ്ട, സെക്ഷൻ 12 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വന്ത് കുമാർ ശർമ്മ, രാജ്കുമാർ ഗോയൽ, അരുൺകുമാർ മിശ്ര, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓക്കെ, ഇപ്പോഴത്തെ നിലവിലെ ആളെയാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ആസാം റൈഫിൾസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആസാം റൈഫിൾസിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഒരു വിധി പറയുകയുണ്ടായി, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിന്റെ പരിധിയിൽ വരും? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്തായാലും ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞവര് നിങ്ങളെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് പറയാ. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ബാക്കിയുള്ള ടോപ്പിക്സിന്റെ ആ ഒരു PYQs കൊണ്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പണി ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും. നമ്മൾ പിന്നീട് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ പറയാ, അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും. അപ്പൊ നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ റിവിഷൻ ചെയ്യുക. ഒരു ടോപ്പിക് വെറുതെ അങ്ങ് പഠിച്ചു പോയെന്നും പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 നമ്മൾ റിവിഷൻ ചെയ്താലേ അതുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോ നിയമങ്ങൾ കാണുമ്പോൾ ഒരുപാട് പേര് പകച്ചു നിന്ന് പോവാറുണ്ട്. അയ്യോ, എന്നെ കൊണ്ട് നിയമം പഠിക്കാൻ പറ്റത്തില്ലല്ലോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മക്കളെ ഓർത്ത് വെച്ചിരിക്കുക, ഏതൊരു സബ്ജക്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അത് മാത്രമാണ് ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മൾ ഒരു തവണയെങ്കിലും ആ ഒരു നിയമത്തിനെ ഒന്ന് മൊത്തത്തിൽ വായിക്കുകയോ മൊത്തത്തിൽ അതിന്റെ ക്ലാസ്സുകൾ കേട്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് പോകാനും സാധിക്കും. പെട്ടെന്ന് റിവിഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഇത് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം വിവരാവകാശ നിയമം ആയിക്കോട്ടെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിക്കോട്ടെ, ഏതൊരു പോക്സോ നിയമം ആയിക്കോട്ടെ, ഗാർഹിക പീഡന നിയമം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാതെ പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് വേണ്ട. സെക്ഷനുകൾ മാത്രമേ അവിടെ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ക്വസ്റ്റ്യൻ വന്നാല് ലോജിക്കലി ചിന്തിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വൺസ് ടൈം എങ്കിലും നമ്മൾ അത് വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ കണ്ടാൽ മതി. നിയമങ്ങളെ കണ്ട് പേടിക്കരുത്. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ നിയമങ്ങളിലൂടെ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ 40 മാർക്കില് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്